അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച തമ്പുരാൻ, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ പറയുകയാണ്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലു ഫീ കിതാബിൻ മുബീൻ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ആകാശത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ, നക്ഷത്രങ്ങളുടെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ, ഭൂമിയുടെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ, സസ്യലതാദികളെയും വൃക്ഷലതാദികളെയും മനുഷ്യ മക്കൾക്ക് സമ്മാനിച്ച പടച്ച തമ്പുരാൻ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ ഉദ്ധാരകനായ പടച്ച തമ്പുരാൻ, ഈ ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യ മക്കളാകട്ടെ, ജന്തുക്കളാകട്ടെ, പ്രാണികളാകട്ടെ, പാറ്റകളാകട്ടെ, പറക്കമുറ്റാത്ത കുഞ്ഞുമക്കളാകട്ടെ, പക്ഷിപരവാദികളാകട്ടെ, ഉദരജീവികളാകട്ടെ, ഇഴജന്തുക്കളാകട്ടെ, എല്ലാ വസ്തുക്കൾക്കും, എല്ലാ പ്രാണികൾക്കും, എല്ലാ പാറ്റകൾക്കും ഭക്ഷണം നൽകുന്നത് അല്ലാഹയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ويعلم مستقرها ومستودعها. കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കുമ്പോ വടവൃക്ഷങ്ങളുടെ ചില്ലകളിൽ കലപില ശബ്ദം കൂട്ടി ഒട്ടിയ വയറുമായി വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു ചെല്ലുന്ന പക്ഷിപരവാദികൾക്ക് ഭക്ഷണം ഒരുക്കി വെച്ച തമ്പുരാൻ, സമുദ്രത്തിന്റെ അഗാധ ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ നീലത്തിമിംഗലം മുതൽ സൂക്ഷ്മദർശിനിയിലൂടെ പോലും തന്റെ നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മങ്ങളായ അണുക്കൾക്ക് ഭക്ഷണം ഒരുക്കിയ തമ്പുരാൻ, അതിന്റെ ഉറവിടം എവിടെയാണ്? അതിന്റെ സങ്കേതം എവിടെയാണ്? എവിടെ നിന്നാണത് ഭക്ഷിക്കുക? എവിടെ നിന്നാണത് തിന്നുക? എവിടേക്കാണ് ആ ഭക്ഷണം ശേഖരിക്കുക? ഇല്ലാ യഅലമുഹാ. പടച്ച തമ്പുരാൻ അതിന്റെ പരിപൂർണമായ വൃത്താന്തങ്ങളെ അറിയുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്, അത് സംഹരിക്കുന്നവനാണ്. അവനറിയാതെ ഒരില പോലും ചലിക്കുകയില്ല. അവനറിയാതെ ആകാശത്തിന്റെ നീലിമയിലൂടെ ഒരു പരുന്ത് പോലും പറക്കുകയില്ല. അവനറിയാതെ ഭൂമിയുടെ ഗർത്തത്തിലൂടെ ഒരു ഇഴജന്തുക്കൾ പോലും ഇഴഞ്ഞു നീങ്ങുകയില്ല. അവനറിയാതെ സമുദ്രത്തിന്റെ ആഴിയിലൂടെ ഒരൊറ്റ കൃമികൾ പോലും, ഒരൊറ്റ പുഴുക്കൾ പോലും, ഒരൊറ്റ മത്സ്യങ്ങൾ പോലും നീന്തി തുടിക്കുകയില്ല. ഇല്ലാ യഅലമു. പടച്ച തമ്പുരാൻ അറിയാതെ, അതിന്റെ ഉറവിടവും അതിന്റെ സങ്കേതവും അറിയാതെ ഈ ലോകത്ത് ഒരു വസ്തുക്കൾ തന്നെ ചലിക്കുകയില്ല. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. എത്രയെത്ര പക്ഷികളാണ്, എത്രയെത്ര പറക്കമുറ്റാത്ത പക്ഷികളാണ്, ചിറകൊടിഞ്ഞ് കിടക്കുന്ന പക്ഷികളാണ്, ലൈൻ കമ്പിയിൽ തൂങ്ങിക്കിടക്കുന്ന പക്ഷികളാണ്, കാട്ടുകളിൽ അഭയം തേടിക്കിടക്കുന്ന പക്ഷികളാണ്. സ്വന്തമായി പറന്നുപോയി ഭക്ഷണം കൊത്തിയെടുത്തു കൊണ്ടുവരാൻ കഴിയാത്ത എത്രയെത്ര പക്ഷിപരവാദികൾ ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അവകൾക്കും ഭക്ഷണം കൊടുക്കുന്നവൻ പടച്ച തമ്പുരാനത്രേ. വകഅയ്യിൻ മിൻ ദാബ. എത്രയെത്ര മൃഗങ്ങളാണ് ലാ തഹ്മിലു റിസ്ഖഹാ. സ്വമേധയാ അതിന് ഭക്ഷണം സമ്പാദിക്കാൻ കഴിയാത്ത, സ്വമേധയാ ഭക്ഷണം കൊയ്തെടുക്കാൻ കഴിയാത്ത, സ്വമേധയാ ഭക്ഷിക്കാൻ കഴിയാത്ത എത്രയെത്ര മൃഗങ്ങളാണ്, എത്രയെത്ര ഇഴജന്തുക്കളാണ്, എത്രയെത്ര പക്ഷിപരവാദികളാണ്. അല്ലാഹു യർസുഖുഹാ. ആ പക്ഷിപരവാദികൾക്കും ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്. ആ ഉദരജീവികൾക്കും ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്. ആ ചിറകൊടിഞ്ഞ പക്ഷികൾക്കും ഭക്ഷണം നൽകുന്നത് അല്ലാഹുവാണ്. വഇയ്യാകും. ഈ മാലിക് ദിനാറിന്റെ മണ്ണിലിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അല്ലാഹ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ.
ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. എത്രത്തോളം സമ്പത്തിന്റെ ഉടമയാണെങ്കിലും, ഈ ലോകം വെട്ടിപ്പിടിക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സിന്റെ ഉടമയാണ് ഞാനെങ്കിലും, ആയിരക്കണക്കിന് കടകളുടെയും സൂപ്പർ മാർക്കറ്റിന്റെയും ഉടമസ്ഥനാണ് ഞാനെങ്കിലും, അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് അവന് ഭക്ഷണം നൽകുക. പടച്ച തമ്പുരാന്റെ തീരുമാനമില്ലാതെ ഒരു മനുഷ്യന്റെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം പോലും ഉയർത്താൻ കഴിയുകയില്ല. കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമകളാണെങ്കിലും അല്ലാഹുവിന്റെ തീരുമാനമില്ലാതെ അവന് ഒരു ഇല പോലും ചലിപ്പിക്കാൻ കഴിയുകയില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ. സമ്പത്തിന്റെ പിന്നാലെ ഓടുന്നവരെ, സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ അല്ലാഹുവിനെ ഭയപ്പെടാത്തവരെ, ദുനിയാവിൽ കുറെ അഭിവൃദ്ധിക്ക് വേണ്ടി, ദുനിയാവിൽ കുറെ ആഡംബരത്തിന് വേണ്ടി ഹറാമിന്റെ പിന്നാലെ പോകുന്നവരെ പടച്ച തമ്പുരാൻ പറയുകയാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദുനിയാവിൽ നീ ജീവിച്ചാൽ നിന്റെ പള്ളയിലേക്ക്, വയറ്റിലേക്ക് ഹലാലിന്റെ ഭക്ഷണമാണ് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് റാസിഖ്, അവനാണ് നമ്മെ ഉദ്ധരിക്കുന്നവൻ, അവനാണ് നമ്മെ സംരക്ഷിക്കുന്നവൻ, അവനാണ് നമ്മെ സൃഷ്ടിച്ചവൻ. അവൻ നമുക്ക് ഭക്ഷണം നൽകുമത്രേ. അതിന് കഴിവുള്ളവൻ അവനാണ്. അവൻ ഹിസാബ് നോക്കാറേയില്ല. നാം ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കണക്ക് നോക്കാറുണ്ട്, നാം ഒരാൾക്ക് പണം നൽകുമ്പോൾ കണക്ക് നോക്കാറുണ്ട്, നാം ഒരാൾക്ക് സമ്പത്ത് നൽകുമ്പോൾ കണക്ക് നോക്കാറുണ്ട്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ഒരു 10 രൂപ ഒരാൾക്ക് നാം നൽകുകയും പിന്നീട് ആ സഹോദരൻ വീണ്ടും വരികയും വീണ്ടും 10 രൂപ നൽകുകയും വീണ്ടും ആ സഹോദരൻ വരികയും ചെയ്യുമ്പോൾ നാം അവനോട് ചോദിക്കുകയാണ്, നീ ഇന്നലെ വന്നവനല്ലേ, മിനിഞ്ഞാന്ന് വന്നവനല്ലേ, കഴിഞ്ഞ മാസം നിനക്ക് ഞാൻ പൈസ തന്നതല്ലേ? നാം അവനോട് കണക്ക് ചോദിക്കുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ദിർഹങ്ങളും ദിനാറുകളും കൊയ്തെടുക്കുന്ന മനുഷ്യ മക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് പറയുകയാ, യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു നമുക്ക് തരുന്ന പണത്തിന് അതിരില്ല, പണത്തിന് കണക്കില്ല. ഒരു വ്യവസ്ഥയുമില്ലാതെ അല്ലാഹു നമുക്ക് വാരിക്കോരി തരുന്നുവെങ്കിൽ പാവപ്പെട്ടവന്റെ കണ്ണുനീരൊപ്പാൻ നാം കൊടുക്കുന്ന പണത്തിന് കണക്ക് നോക്കുന്നവരല്ലേ? സാധുക്കളായ മിസ്കിന്മാര് നമ്മുടെ മുന്നിൽ വരുമ്പോ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണ തളികയുമായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് കണക്ക് ചോദിക്കുന്നവരല്ലേ? കണക്ക് ചോദിക്കുന്നവരല്ലേ? എങ്കിൽ പടച്ച തമ്പുരാൻ ഈ ഭൗതിക ഗേഹത്തിന്റെ ഉത്തുംഗ സോപാനത്തിൽ വിരാജിക്കുന്ന മനുഷ്യ മക്കളെ നമുക്ക് തിന്നാനും കുടിക്കാനും പടച്ച തമ്പുരാൻ കണക്കില്ലാതെ നൽകിയിരിക്കുകയാണ്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ.